ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു തസ്തികയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. നമുക്കറിയാം കേരള PSC ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ റണ്ണിംഗ് ആണ്. ഇതിന്റെ കാലാവധി വരുന്ന വർഷം, അതായത് 2026 ഫെബ്രുവരി മാസത്തിൽ കഴിയും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു കണ്ടീഷനിൽ നമുക്കറിയാം 26 ഫെബ്രുവരിയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ PSC കഴിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ ഒരു തസ്തികയെ സംബന്ധിച്ചത്. ഇതിന്റെ അവസാന വർഷ നോട്ടിഫിക്കേഷനും ഇതിൽ നിന്ന് പോയ അഡ്വൈസുകളും ഇതിന്റെ യോഗ്യതകളുമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 211/2020 എന്ന നമ്പറിലായിരുന്നു വന്നത്. അതായത് 2020 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ SSLC യോഗ്യതയ്ക്ക് തതുല്യമായ യോഗ്യത നിങ്ങൾ നേടിയിരിക്കണം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് NDC സർട്ടിഫിക്കറ്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ എന്നുള്ളത് 2 വർഷത്തിൽ കുറയാത്തതായിട്ട് നിങ്ങൾ നേടിയിരിക്കണം. ഇത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ, മെക്കാനിക്കൽ, മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഈ മേഖലയിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിന്ന് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്ന 2 വർഷത്തിൽ കുറയാത്ത ITA ആണ് ഇവിടുത്തെ യോഗ്യതയായിട്ട് പറയുന്നത്. അതിൽ നിങ്ങൾ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോ പാസ്സായിരിക്കണമെന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഇത് പാസ്സായ ആൾ SSLC കൂടി പാസ്സായെങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത നേടുകയുള്ളൂ. ഇനിയും ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,200 രൂപ മുതൽ 73,600 വരെ സാലറി കിട്ടുന്ന നല്ലൊരു തസ്തികയായിരുന്നു. അന്ന് ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കേവലം 88 വേക്കൻസികൾ മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു തസ്തികയിലേക്ക് നിയമനം നടന്നത് 400-ൽ കൂടുതലാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി ഈ ഒരു തസ്തികയിൽ നിന്ന് PSCയിൽ നിലവിൽ, അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുമ്പോൾ എത്രമാത്രം അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ ഒന്നുകൂടി പറയുകയാണ്. 211/2020 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന്റെ DOE നിലവിൽ വന്നത് 7/2/2023 അന്ന് ഇതിന്റെ കട്ട് ഓഫ് മാർക്കായി വന്നത് 44.67 മാർക്കായിരുന്നു. അന്നത്തെ മാക്സിമം മാർക്കായിട്ട് വന്നത് 82.33 മാർക്കായിരുന്നു. അന്നത്തെ ടോട്ടൽ അഡ്വൈസ്, അതായത് നിലവിൽ ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് ഏതാണ്ട് 461 പേർക്ക് അഡ്വൈസ് പോയിരിക്കുകയാണ്. ഇനിയും ഇതിൽ നിന്ന് അഡ്വൈസ് പോകും, കാരണം ഇതിന് റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി കിടക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ മെയിൻ ലിസ്റ്റിൽ 1051 പേരാണുള്ളത്. ഇതിൽ നിന്ന് 461 പേർക്ക് അഡ്വൈസ് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു തസ്തികയിലേക്ക് എത്രത്തോളം നിയമന സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കരസ്ഥമാക്കാവുന്ന ഒന്നാണ്. ഇനിയും എത്രത്തോളം അഡ്വൈസ് ഓരോ കാറ്റഗറിയിലും വിവിധ കാറ്റഗറിയിലും പോയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 374ാമത്തെ നമ്പർ വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും EWSലേക്ക് 388 വരെ പോയിട്ടുണ്ട്. ഈഴവയിലേക്ക് 374 വരെ പോയിട്ടുണ്ട്. SCയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 10ാമത്തെ റാങ്ക് ഹോൾഡറിനും STയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 5ാമത്തെ ആളിനും, മുസ്ലിം 377ാമത്തെ റാങ്ക് ഹോൾഡറിനും, LC ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിയിൽ 1008ാമത്തെ ആൾക്കും അഡ്വൈസ് പോയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും OBC എന്ന് പറയുന്ന ഒരു ഓവറോൾ കാറ്റഗറി എടുക്കുമ്പോൾ 373 എന്ന് പറയുന്ന നമ്പറിലും പോയിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാറ്റഗറിയിൽ പോയിരിക്കുന്നതിന്റെ ഏകദേശം അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഓരോ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവർക്കും അവരവരുടെ കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് എവിടെ വരെ ഏത് മാർക്ക് വരെ കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് തലത്തിൽ വരെ നിങ്ങൾക്ക് നിയമനം കിട്ടാം എന്നുള്ളൊരു ഒരു ഔട്ടറിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് PSC സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ നമ്മളും സിസ്റ്റമാറ്റിക് ആയിട്ട് പോയെങ്കിൽ മാത്രമേ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരു ഗവൺമെന്റ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് വളരെ പിന്നിലേക്ക് പോകേണ്ടി വരും. നേരത്തെയൊക്കെ അഡ്വൈസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നമുക്ക് പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു പാറ്റേൺ മാറിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ പഠനം തുടങ്ങിയെങ്കിൽ മാത്രമേ വരുന്ന വർഷങ്ങളിൽ നമുക്ക് വരുന്ന നല്ല റാങ്കിൽ ജോലിയിൽ കയറുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിനായിട്ടുള്ള ഏറ്റവും ക്രിയാത്മകമായ പഠനം തുടങ്ങേണ്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇലക്ട്രിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ടെക്നിക്കൽ എക്സാമുകളായിട്ട് ബന്ധപ്പെട്ടും ഏണസ്റ്റ് അക്കാഡമി ഒരു
ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ഗ്രൂപ്പാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അതിൽ തികച്ചും ഫ്രീ ഡിസ്കഷൻ സാധ്യമാണ്. നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും റീസോൾവ് ചെയ്യാൻ ആ ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. മാത്രമല്ല, ഏണസ്റ്റ് അക്കാഡമിയുടെ ആപ്പ് ബിഗ് ലേണിംഗ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് ധാരാളം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. യാതൊരുവിധ പേയ്മെന്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. വരുന്ന പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് എളുപ്പമാകട്ടെ എന്നും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്ന മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.